കാസർഗോഡ് കാഞ്ഞങ്ങാട് 10 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. പ്രതി കുടക് സ്വദേശിയായ യുവാവാണ്. നിർണായക വിവരങ്ങൾ കൈമാറിയത് പ്രതിയുടെ ബന്ധു തന്നെയാണ്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുകയാണ്. സാരംഗ്, എങ്ങനെയാണ് ഈ കുടക് സ്വദേശി അവിടെ പടന്നക്കാട് എത്തിയത്? ഇയാളെ സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ്? ഇയാളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മാധു, ഏറെ നിർണായകമായ ജനങ്ങളെ മുഴുവൻ ഒരു ഭീതിയിൽ നിർത്തിയിരുന്ന കേസിന് അല്ലെങ്കിൽ അത്തരത്തിൽ നടന്നിരുന്ന ഒരു സംഭവത്തിന് ഇപ്പോൾ കൃത്യമായിട്ടുള്ള കുറ്റവാളി ആരാണ് എന്നതിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 10 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത് അയൽവാസി കൂടിയായിട്ടുള്ള കുടക് സ്വദേശിയാണ് എന്ന നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പോലീസ്. ഇയാളെ വർഷങ്ങൾക്ക് മുന്നേ മടിക്കേരിയിൽ നിന്നും കാസർഗോഡ് എത്തി. കാസർഗോഡ് ഈ കുട്ടിയുടെ വീടിന്റെ സമീപ പ്രദേശത്ത് നിന്ന് തന്നെ വിവാഹം ചെയ്ത് വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരികയായിരുന്നു. ഭാര്യയും 4 മക്കളും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് മുൻപും ഇത്തരത്തിൽ പോക്സോ കേസിൽ പ്രതിയായിരുന്ന ഇയാൾ ഇതിനുശേഷമാണ് കേരളത്തിലേക്ക് കടന്നെത്തിയത് എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ പ്രതിയുടെ ഒരു ബന്ധുവാണ് ഇത്തരത്തിലൊരു നിർണായക വിവരം പോലീസിന് കൈമാറിയത്. CCTV ദൃശ്യങ്ങളടക്കമുള്ള ചില രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളാണ് പ്രതി എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ളൊരു വിവരമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് സംഘം, അന്വേഷണ സംഘം പ്രതിയെ തേടി കർണാടക കേരള ബോർഡറിനടുത്തുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ തന്നെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന കുഞ്ഞിനെ രാത്രിയിൽ ഉറക്കത്തിൽ എടുത്തുകൊണ്ടുപോയി കവർച്ച ചെയ്യുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്ത പ്രതിയാണ്. കുടക് സ്വദേശിയാണ് ഇയാളെന്നുള്ള വിവരങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.